Good morning everyone. Welcome to another video of business research methods. ഈ വീഡിയോയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിസിനസ് റിസർച്ചിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. The various types of business research which consist of the following, that is, first one is fundamental research, second one is applied research, next formulative research, then descriptive research, then causal research, ex post facto research, conceptual research and empirical research. So these are the different types of business research. So ഇത് കൂടാതെ വേറെയും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിസിനസ് റിസർച്ച് ഉണ്ട്, അല്ലെങ്കിൽ റിസർച്ച് ഉണ്ട്. ദാറ്റ് ഈസ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്, അതേപോലെ തന്നെ ലൈബ്രറി റിസർച്ച്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ച് വേറെ ഉണ്ട്. ഇപ്പം മാനേജ്മെൻറ്റ് റിസർച്ച്. സോ ദീസ് ആർ ദി വേരിയസ് ടൈപ്സ് ഓഫ് ബിസിനസ് റിസർച്ച്. എഗെയിൻ ഫസ്റ്റ് വൺ ഈസ് ഫണ്ടമെൻ്റൽ റിസർച്ച്. എന്താണ് ഫണ്ടമെൻ്റൽ റിസർച്ച് എന്നുള്ളത്? ഫണ്ടമെൻ്റൽ റിസർച്ച് ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബേസിക് ഓർ പ്യൂർ റിസർച്ച്. അപ്പോൾ ഫണ്ടമെൻ്റൽ റിസർച്ചിന് പറയുന്ന മറ്റൊരു പേരാണ് ബേസിക് റിസർച്ച് ഓർ പ്യൂർ റിസർച്ച്. അപ്പോൾ ഇത് ബേസിക് റിസർച്ച് എന്ന് പറയുമ്പോൾ ഒരു റിസർച്ചിൻ്റെ ബേസാണ് എന്തെന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു റിസർച്ച് കണ്ടക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിയറി ഫോർമുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് തിയറീനെ ജനറലൈസ് ചെയ്യാനോ ആയിരിക്കും. അപ്പം ഏതൊരു തിയറി, ഇപ്പം നമുക്കൊരു പുതിയ തിയറി ഫോർമുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു നിലവിലുള്ള തിയറീനെ നമ്മളൊരു എക്സിസ്റ്റിംഗ് തിയറീനെ നമുക്ക് ജനറലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യുന്ന റിസർച്ചാണ് എന്തെന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റിസർച്ച് എന്ന് പറയുന്നത്. ദെർഫോർ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബേസിക് ഓർ പ്യൂർ റിസർച്ച് ആൻഡ് ഇറ്റ് ഈസ് മെയിൻലി കൺസേൺഡ് വിത്ത് ജനറലൈസേഷൻ ആൻഡ് ദി ഫോർമുലേഷൻ ഓഫ് എ തിയറി. അപ്പം ഇത് എന്തിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്? ഒന്നുകിൽ ഒരു തിയറീനെ ജനറലൈസ് ചെയ്യാണ്, പൊതുവൽക്കരിക്കാൻ, അല്ലെങ്കിൽ ഒരു തിയറി ഫോർമുലേറ്റ് ചെയ്യാൻ. അപ്പോൾ പുതിയൊരു തിയറി നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഒരു എക്സിസ്റ്റിംഗ് തിയറീനെ ജനറലൈസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി മാത്രം യൂസ് ചെയ്തിരുന്ന ഒരു തിയറീനെ നമുക്ക് പൊതുവായിട്ടുള്ളൊരു കാര്യത്തിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനറലൈസേഷൻ ഓഫ് എ തിയറി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ഈസ് നോൺ ആസ് ഫണ്ടമെൻ്റൽ റിസർച്ച്. ഫണ്ടമെൻ്റൽ റിസർച്ചിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് എക്സ്റ്റൻഷൻ ഓഫ് നോളജാണ്. ഫണ്ടമെൻ്റൽ റിസർച്ച് എന്ന് പറയുമ്പോൾ നോളജ് എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് എന്തൊക്കെയായിട്ട് റിലേറ്റഡ് ആണ്? പ്രിൻസിപ്പിൾസ്, ലോസ് ഓർ റൂൾസ്. അപ്പോൾ പ്രിൻസിപ്പിൾസും ലോസും റൂൾസും ഒക്കെ ആയിട്ട് എന്ത് റിലേറ്റഡ് ആണ്, എന്ത് സംബന്ധിച്ചിട്ടുണ്ട്? ഫണ്ടമെൻ്റൽ റിസർച്ച് സംബന്ധിച്ച്. അപ്പോൾ ഫണ്ടമെൻ്റൽ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് പ്രിൻസിപ്പിൾസ്, ലോസ് ഓർ റൂൾസ്. ഓക്കെ, അപ്പോൾ ഇവിടെ മെയിൻ എയിം നമ്മൾ പറഞ്ഞു എക്സ്റ്റൻഷൻ ഓഫ് നോളജ് ആണ്. ദാറ്റ് ഈസ് ദി അച്ചീവ്മെൻറ്റ് ഓഫ് നോളജ് ആൻഡ് ട്രൂത്ത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഫണ്ടമെൻ്റൽ research. So fundamental research is also known as basic research or pure research and it is concerned with the generalization of a theory or formulation of a new theory. Okay, then its features. Fundamental research in the features are first feature, it is the basic research related with the principles, laws or rules. Then ബേസിക് റിസർച്ചാണ് പ്രിൻസിപ്പിൾസും ലോസ് റൂൾസും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ബേസിക് റിസർച്ചിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫണ്ടമെൻ്റൽ റിസർച്ച് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് എ മെയിൻ എയിം ഈസ് ദി അറ്റൈൻമെൻറ്റ് ഓഫ് നോളജ് ആൻഡ് ട്രൂത്ത്. മെയിൻ എയിം എന്ന് പറയുന്നത് അറ്റൈൻമെൻറ്റ് ഓഫ് നോളജ് ആൻഡ് ട്രൂത്ത് ആണ്. ആൻഡ് ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് തിയററ്റിക്കൽ ആസ്പെക്ട്സ് ഓഫ് സയൻസ്. അതെന്തായിട്ട് കൺസേൺഡ് ആണ്, എന്തായിട്ട് സംബന്ധിച്ചിട്ടുള്ളതാണ്? തിയററ്റിക്കൽ ആസ്പെക്ട്സ് ഓഫ് സയൻസ്. സയൻസിൻ്റെ തിയററ്റിക്കൽ ആസ്പെക്റ്റ് ആയിട്ട് സംബന്ധിച്ചിട്ടുള്ളതാണ് ഫണ്ടമെൻ്റൽ റിസർച്ച് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് feature of fundamental research, it verifies the old established principles and laws. And another feature is it lays the foundation for applied research. അപ്പം ഈ പഴയ പ്രിൻസിപ്പിൾസ്, ലോസ്, അതിനൊക്കെ ഒരു പുതിയ ജീവൻ നൽകുക എന്നുള്ളതും എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട് ഫണ്ടമെൻ്റൽ റിസർച്ചിൻ്റെ ഒരു ഭാഗമാണ്. അതോടൊപ്പം തന്നെ ഫണ്ടമെൻ്റൽ റിസർച്ച് അപ്ലൈഡ് റിസർച്ചിന് ഒരു ഫൗണ്ടേഷൻ നൽകുന്നുണ്ട്. അപ്പോൾ എന്താണ് അപ്ലൈഡ് റിസർച്ച്?
സോ നെക്സ്റ്റ് വൺ ഈസ് അപ്ലൈഡ് റിസർച്ച്. അപ്ലൈഡ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ ഓഫ് ബേസിക് റിസർച്ച് ഫോർ സോൾവിങ് എ റിയൽ ലൈഫ് സിറ്റുവേഷൻ ഈസ് നോൺ ആസ് അപ്ലൈഡ് റിസർച്ച്. ദാറ്റ് ഈസ് അപ്ലൈഡ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി അപ്ലിക്കേഷൻ ഓഫ് ബേസിക് റിസർച്ച് ടു സോൾവ് എ റിയൽ ലൈഫ് സിറ്റുവേഷൻ. അപ്പോൾ നമ്മൾ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ, അതായത് നമ്മളുടെ റിയൽ ലൈഫിൽ ഒരു പ്രോബ്ലത്തിന് അല്ലെങ്കിൽ ഒരു ഇഷ്യൂവിന് സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് ബേസിക് റിസർച്ചിൽ നമ്മൾ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള പുതിയ തിയറീസോ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസോ റൂൾസോ ലോസോ അല്ലെങ്കിൽ അത് ജനറലൈസ് ചെയ്തിട്ടുള്ള തിയറികളോ നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മളുടെ റിയൽ ലൈഫ് സിറ്റുവേഷനിലുള്ള ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്ലൈഡ് റിസർച്ച് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്. ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്. കാരണം എന്താ? നമ്മളുടെ റിയൽ ലൈഫിൽ ആ തിയറി നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബേസിക് റിസർച്ചിൽ നമ്മൾ എന്ത് ചെയ്യും? പുതിയൊരു തിയറി ഫോർമുലേറ്റ് ചെയ്യും. ആ തിയറി നമ്മളുടെ റിയൽ ലൈഫിൽ, അതായത് നമ്മളുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് അല്ലെങ്കിൽ ഒരു ഇഷ്യൂസിന് സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദി അപ്ലൈഡ് റിസർച്ച്. സോ ഇറ്റ് ഈസ് ദി അപ്ലിക്കേഷൻ ഓഫ് ബേസിക് റിസർച്ച് ഫോർ സോൾവിങ് എ റിയൽ ലൈഫ് സിറ്റുവേഷൻ. ദെൻ ഇറ്റ് ഡീൽസ് വിത്ത് പ്രാക്ടിക്കൽ പ്രോബ്ലംസ്. അപ്പം അപ്ലൈഡ് റിസർച്ച് എന്തായിട്ട് ഡീൽ ചെയ്യുന്നതാണ്? പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഡീൽ ചെയ്യുന്നതാണ്. സോ ആൻഡ് ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് വെൻ എ ഡിസിഷൻ ഈസ് ടു ബി മെയ്ഡ് അബൌട്ട് സ്പെസിഫിക് റിയൽ ലൈഫ് പ്രോബ്ലംസ്. ഓക്കെ, ദെൻ അതോടൊപ്പം തന്നെ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് സൊല്യൂഷൻ ഓഫ് എ പെർട്ടിക്കുലർ പ്രോബ്ലംസ്. അപ്പോൾ അപ്ലൈഡ് റിസർച്ച് എന്തിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്? ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണുക എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് സൊല്യൂഷൻ ഓഫ് എ പെർട്ടിക്കുലർ പ്രോബ്ലംസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഇറ്റ് എയിംസ് അറ്റ് ഫൈൻഡിങ് സൊല്യൂഷൻ ഫോർ ആൻ ഇമ്മീഡിയറ്റ് പ്രോബ്ലം ഫേസിങ് എ സൊസൈറ്റി ഓർ ആൻ ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ. ഇപ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഒരു സൊസൈറ്റി ഒരു ഇമ്മീഡിയറ്റ് പ്രോബ്ലം, പെട്ടെന്നൊരു പ്രോബ്ലം ഫേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് ബേസിക് റിസർച്ചിൻ്റെ തിയറീസ് അല്ലെങ്കിൽ ലോസ്, പ്രിൻസിപ്പിൾസ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്ലൈഡ് റിസർച്ച് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അപ്ലൈഡ് റിസർച്ചിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ടു ഫൈൻഡ് ഔട്ട് സൊല്യൂഷൻ ഫോർ എ പെർട്ടിക്കുലർ പ്രോബ്ലം, ദാറ്റ് ഈസ് ഫോർ ആൻ ഇമ്മീഡിയറ്റ് problem and a real life situation. Okay, so that is applied research. Okay, it can contribute new facts. That means ഇത് പുതിയ വസ്തുതകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. Then it may integrate previously existing theory. അപ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള തിയറീസും ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ആൻഡ് ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് അപ്ലിക്കേഷൻ ഓഫ് തിയറീസ് or models for finding solution for an immediate problem faced by the society, and it puts theory for testing. അപ്പോൾ അത് നമുക്കൊരു ഇമ്മീഡിയറ്റ് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് അതിൽ ബേസിക് അപ്ലിക്കേഷനാണ്, തിയറീൻ്റെ ബേസിക് അപ്ലിക്കേഷനാണ് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ തിയറി ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്ലൈഡ് റിസർച്ചിൻ്റെ വേറൊരു ഫീച്ചർ എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് അപ്ലൈഡ് റിസർച്ച്. The next type of research is exploratory research, that is also known as formulative research. Then it is said to be formulative because it helps to formulate hypothesis. Okay, അപ്പോൾ എക്സ്പ്ലോറേറ്ററി റിസർച്ചിനെ ഫോർമുലേറ്റീവ് റിസർച്ച് എന്ന് പറയാൻ കാരണം എന്താണ്? ഇത് ഹൈപ്പോതിസിസ് ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഹൈപ്പോതിസിസ് സിംപ്ലി മീൻസ് സജസ്റ്റഡ് സൊല്യൂഷനാണ്. ഹൈപ്പോതിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സജസ്റ്റഡ് സൊല്യൂഷൻ. ബിസിനസ് റിസർച്ചിൽ ഹൈപ്പോതിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സജസ്റ്റഡ് സൊല്യൂഷനാണ്. അപ്പോൾ ഒരു സജസ്റ്റഡ് സൊല്യൂഷൻ ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെയർഫോർ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫോർമുലേറ്റീവ് റിസർച്ച്. ഇനി എന്താണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് റിസർച്ചറിന് അയാളുടെ പ്രോബ്ലത്തിനെ കുറിച്ചിട്ട് ഒരു അറിവില്ല എന്നുണ്ടെങ്കിൽ ആൻഡ് ഹീ ഈസ് നോട്ട് ഫെമിലിയറൈസ് വിത്ത് ഹിസ് പ്രോബ്ലം ഓർ ദി പ്രോബ്ലം ഈസ് റോങ്ലി ഡിഫൈൻഡ്. ഇപ്പോൾ ഒരു റിസർച്ചറിൻ്റെ പ്രോബ്ലം തെറ്റായിട്ടാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളെങ്കിൽ അല്ലെങ്കിൽ ആ റിസർച്ചർ അയാളുടെ പ്രോബ്ലത്തിനെ കുറിച്ച് ഫെമിലിയറൈസ്ഡ് അല്ല, ദാറ്റ് മീൻസ് അയാൾക്ക് അയാളുടെ പ്രോബ്ലത്തിനെ കുറിച്ചിട്ട് ഒരു അവയർനെസ് ഇല്ല എന്നുണ്ടെങ്കിൽ അത്തരം കേസിലാണ് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നത്? എക്സ്പ്ലോറേറ്ററി റിസർച്ച് അപ്ലൈ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് അപ്ലൈഡ് ഇൻ ദോസ് കേസസ് where the researcher is not familiarized with his problem
ഓർ ദി റിസർച്ച് പ്രോബ്ലം ഈസ് റോങ്ലി ഡിഫൈൻഡ്. അപ്പോൾ രണ്ട് കേസിലാണ് നമ്മൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് അപ്ലൈ ചെയ്യുന്നത്. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഇഫ് ദി റിസർച്ചർ ഈസ് നോട്ട് ഫെമിലിയറൈസ് വിത്ത് ഹിസ് പ്രോബ്ലം. റിസർച്ചറിന് അയാളുടെ പ്രോബ്ലത്തിനെ കുറിച്ച് ഇനഫ് നോളജ് ഇല്ലെങ്കിൽ, അതേപോലെ തന്നെ ഓർ ദി പ്രോബ്ലം ഈസ് റോങ്ലി ഡിഫൈൻഡ്. രണ്ടാമത്തെ കേസ് ഇപ്പോൾ പ്രോബ്ലം തെറ്റായിട്ടാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളതെങ്കിൽ ഈ രണ്ട് കേസിലാണ് എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലോറേറ്ററി റിസർച്ച് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, then this type of research concerned with the discovery of new facts. അപ്പോൾ ഈ റിസർച്ച് എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ത് സംബന്ധിച്ചിട്ടുള്ളതാണ്? ഡിസ്കവറി ഓഫ് ന്യൂ ഫാക്ട്സ്, പുതിയ വസ്തുതകൾ നമ്മൾ കണ്ടെത്തുക, അതേപോലെ തന്നെ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുക, പുതിയ ഐഡിയാസ് നമ്മൾ കണ്ടെത്തുക. അത് റിലേറ്റഡ് ആണ് എന്തെന്ന് പറയുന്നത്, എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് ഇൻ ഫാക്ട് എ ബിഗിനിങ് ഓഫ് ദി റിസർച്ച്. അപ്പോൾ സത്യത്തിൽ എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത് എന്താണ്, ഒരു ബിഗിനിങ് ഓഫ് ദി റിസർച്ചാണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദി പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദി പ്രോബ്ലം. ഇപ്പോൾ റിസർച്ച് പ്രോബ്ലത്തിനെ കുറിച്ചിട്ട് നമ്മളൊരു പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ, അതായത് ഫസ്റ്റ് ആരംഭത്തിൽ നമ്മൾ എന്താണ് റിസർച്ച് പ്രോബ്ലം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊരു റിസർച്ച് നടത്തുന്നതാണ് ആക്ച്വലി എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഇപ്പോൾ റിസർച്ചറിന് അയാളുടെ പ്രോബ്ലത്തിനെ കുറിച്ച് ഇനഫ് നോളജ് ഇല്ലെങ്കിൽ, അയാൾക്ക് എന്താണ് പ്രോബ്ലം അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണ് റിസർച്ച് നടത്തുന്നത് എന്നുള്ളൊരു ധാരണ ഇല്ലെങ്കിൽ, ആ ധാരണ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൈമറി ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുക, ആ പ്രോബ്ലത്തിനെ കുറിച്ചിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യും. അതിനെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ദെർഫോർ ഇറ്റ് ഈസ് ജനറലി ക്യാരിഡ് ഔട്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ സാധാരണ രീതിയിൽ എങ്ങനെയാണ് നടത്തുന്നത്, വിത്ത് ദി പർപ്പസ് ഓഫ് ഗെയിനിങ് ഫെമിലിയാരിറ്റി വിത്ത് എ പെർട്ടിക്കുലർ ടോപ്പിക് ഓർ ടു ഗെയിൻ ഇൻസൈഡ് ഇൻ ടു അണ്ടർ ഡിഫൈൻഡ് ഏരിയാസ്. അപ്പോൾ ഇവിടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഗെയിനിങ് ഫെമിലിയാരിറ്റി വിത്ത് എ പെർട്ടിക്കുലർ ടോപ്പിക്. അപ്പോൾ റിസർച്ചറിന് അയാളുടെ പ്രോബ്ലത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഫെമിലിയറൈസ്ഡ് ആവാൻ വേണ്ടിയിട്ട്, അയാൾക്ക് അതിനെക്കുറിച്ചിട്ട് ഒരു ഇനഫ് നോളജ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആണ് എന്ത് കണ്ടക്ട് ചെയ്യുന്നത്, എക്സ്പ്ലോറേറ്ററി റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒന്നും കൂടെ കൺക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഈസ് അപ്ലൈഡ് ഇൻ ദോസ് കേസസ് where the researcher is not familiarized with his problem or the problem is wrongly defined. Then the main purpose of this type of research is to gain familiarity with a particular topic, that is to gain familiarity with his research problem, and it is a preliminary investigation of the problem and it is concerned with the discovery of new facts, things, focus or ideas. Okay, next is features of exploratory research. That is the first feature, to generate new idea, പുതിയ ഐഡിയ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, to make an exact formulation of the problem, to decide whether it is feasible to attempt this study. അപ്പോൾ നമുക്ക് നമ്മൾ സെലക്ട് ചെയ്ത ടോപ്പിക്ക് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ അത് നമുക്ക് ഫീസിബിൾ ആണോ അല്ലേ എന്നൊക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യും, എക്സ്പ്ലോറേറ്ററി റിസർച്ച് ചെയ്യുന്നതിലൂടെ സഹായിക്കും. ഇറ്റ് ഹെൽപ്സ് ടു ഫോർമുലേറ്റ് ഹൈപ്പോത്തിസിസ്. അതേപോലെ തന്നെ ഇത് ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ദെർഫോർ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫോർമുലേറ്റീവ് research. Okay, and it is the preliminary investigation of the problem. So these are the features of exploratory or formulative research. Okay, then next is descriptive research. Descriptive research is a fact finding investigation. അതായത് ഇപ്പോൾ നമുക്ക് വസ്തുത കണ്ടെത്താൻ വേണ്ടി കണ്ടക്ട് ചെയ്യുന്ന റിസർച്ചിനെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ് സർവേ ആൻഡ് ഫാക്ട് ഫൈൻഡിങ് എൻക്വയറീസ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് മെയിനായിട്ട് കണ്ടക്ട് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ സർവേ ആണ്. സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനറിൻ്റെ സഹായത്തോടു കൂടി ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സർവേ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോൾ സിംപ്ലി ഇറ്റ് മീൻസ് ഫാക്ട് ഫൈൻഡിങ് ഇൻവെസ്റ്റിഗേഷൻ. സോ ഇറ്റ് ഡിസ്ക്രൈബ്സ് ദി സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ആസ് ഇറ്റ് എക്സിസ്റ്റ് അറ്റ് പ്രസൻറ്റ്. അപ്പോൾ പ്രസൻറ്റിൽ എങ്ങനെയാണ് ഒരു കാര്യം എക്സിസ്റ്റ് ചെയ്യുന്നത്, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റഡി നടത്തുക. അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ഡീപ്പായിട്ട് സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ടാണ് എന്ത് കണ്ടക്ട് ചെയ്യുന്നത്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇറ്റ്സ് ഫീച്ചേഴ്സ്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഡിസ്ക്രിപ്ഷൻ ഓഫ് കമ്മ്യൂണിറ്റീസ്. അപ്പോൾ നമുക്കൊരു കാര്യത്തിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്.
then it is concerned only the existing form of the problem and it studies the express characteristics of the problem. Then next is difference between basic research and applied research. Basic research and applied research തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ദാറ്റ് ഈസ് ബേസിക് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ബിൽഡിംഗ് തിയറീസ്. അപ്പോൾ ഒരു പുതിയ തിയറി ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക് റിസർച്ച്. അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുമ്പോൾ തിയറി ടെസ്റ്റ് ചെയ്യുന്നതാണ് അപ്ലൈഡ് റിസർച്ച്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ടെസ്റ്റിംഗ് തിയറീസ്. അപ്പോൾ ബേസിക് റിസർച്ചിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന തിയറീസ്, ഫോർമുലേറ്റ് ചെയ്യുന്ന തിയറീസ് റിയൽ ലൈഫ് സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യുന്നതാണ് എന്ത് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. ദെൻ ബേസിക് റിസർച്ചിൻ്റെ സ്കോപ്പ് ഈസ് വൈഡ് ആസ് ഇറ്റ് ഡീൽസ് വിത്ത് എനി പ്രോബ്ലം. ബട്ട് ഇൻ ദി കേസ് ഓഫ് അപ്ലൈഡ് റിസർച്ച് അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് നാരോ ആണ്, ബിക്കോസ് ഇറ്റ് സ്റ്റഡീസ് പ്രോബ്ലംസ് വിത്ത് ഇമ്മീഡിയറ്റ് സോഷ്യൽ കോൺസിക്വൻസസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ബേസിക് റിസർച്ച് ഹെൽപ്സ് എൻഹാൻസിങ് നോളജ്. നോളജ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേസിക് റിസർച്ച് ഹെൽപ്പ് ചെയ്യും. ബട്ട് ഇൻ ദി കേസ് ഓഫ് അപ്ലൈഡ് റിസർച്ച് ഇറ്റ് ഹെൽപ്സ് മേക്ക് പ്രാക്ടീസ് ബെറ്റർ. അപ്പോൾ തിയറി പ്രാക്ടിക്കലാക്കുന്നതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്ലൈഡ് റിസർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഡിഫറൻസ് ദാറ്റ് ഈസ് ഇൻ ദി കേസ് ഓഫ് ബേസിക് റിസർച്ച് ഇറ്റ് ട്രൈസ് ടു എക്സ്പ്ലെയിൻ വൈ തിങ്സ് ഹാപ്പൺ. എന്തുകൊണ്ടാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് എന്ത് ട്രൈ ചെയ്യുന്നത് ബേസിക് റിസർച്ച് ട്രൈ ചെയ്യുന്നത്. ബട്ട് ഇൻ ദി കേസ് ഓഫ് അപ്ലൈഡ് റിസർച്ച് ഇറ്റ് ട്രൈസ് ടു എക്സ്പ്ലെയിൻ ഹൗ തിങ്സ് ക്യാൻ ബി ചേഞ്ച്ഡ്. ഓക്കെ, എങ്ങനെയാണ് കാര്യങ്ങൾ ചേഞ്ച് ചെയ്തത്, അതിൻ്റെ റീസണാണ് ഏതിൽ നമ്മൾ നോക്കുന്നത് അപ്ലൈഡ് റിസർച്ചിൽ നോക്കുന്നത്. ഓക്കെ, ഇറ്റ് എയിംസ് ടു പബ്ലിഷ് റിസർച്ച് റിപ്പോർട്ട് ബേസിക് റിസർച്ചിൻ്റെ കേസിൽ. ബട്ട് ഇൻ ദി കേസ് ഓഫ് അപ്ലൈഡ് റിസർച്ച് ഇറ്റ് എയിംസ് അറ്റ് ബ്രിങ്ങിങ് അപ്പ് ആക്ഷനബിൾ പോയിൻറ്റ്സ് ക്വിക്ക്ലി. So these are the difference between basic research and applied research. The next one is causal research. Causal research, that is causal research aims at identify the cause and effect relationship between variables. അപ്പോൾ രണ്ട് വേരിയബിളിൻ്റെ കോസും എഫക്റ്റും റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യുന്നതാണ് മെയിൻ പർപ്പസ് എങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന റിസർച്ചാണ് എന്തെന്ന് പറയുന്നത് കോസൽ റിസർച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ സെയിൽസ് ആൻഡ് അഡ്വർടൈസ്മെൻറ്റ്. ഇപ്പോൾ സെയിൽസും അഡ്വർടൈസ്മെൻറ്റും തമ്മിലുള്ള കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പാണ് സ്റ്റഡി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോസൽ റിസർച്ച് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് എക്സ്പോസ്റ്റ് ഫാക്ടർ റിസർച്ച്. ദെൻ എക്സ്പോസ്റ്റ് ഫാക്ടർ റിസർച്ചിലും നമ്മൾ രണ്ട് വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പാണ് സ്റ്റഡി ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദിസ് ടൈപ്പ് ഓഫ് റിസർച്ച് ഈസ് യൂസ്ഡ് ടു സ്റ്റഡി ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ two variables, but here the variables are dependent and independent variable. അപ്പോൾ ഇവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെയും അതേപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെയും റിലേഷൻഷിപ്പാണ് സ്റ്റഡി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ്പോസ്റ്റ് ഫാക്ടർ റിസർച്ച് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെയും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെയും കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പാണ് നമ്മൾ ഏതിൽ സ്റ്റഡി ചെയ്യുന്നത് ഈ എക്സ്പോസ്റ്റ് ഫാക്ടർ റിസർച്ചിലൂടെ സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ, ഇനി ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സെയിൽസ് ആൻഡ് അഡ്വർടൈസ്മെൻറ്റ്. ഇപ്പോൾ സെയിൽസും അതേപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റും. ഇപ്പോൾ സെയിൽസ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. ഇറ്റ് ഈസ് ഓൾവേസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി എഫക്റ്റ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും സെയിൽസ് എന്ന് പറയുന്നത് ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. അപ്പോൾ ഈ രണ്ട് വേരിയബിൾസിൻ്റെ കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എക്സ്പോസ്റ്റ് ഫാക്ടർ റിസർച്ച് എന്ന് പറയുന്നത്. ദെൻ കോസൽ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇറ്റ് എയിംസ് അറ്റ് ഐഡൻറ്റിഫൈങ് ദി കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഓഫ് ടു വേരിയബിൾസ് ഓഫ് ടു എനി വേരിയബിൾ. അപ്പോൾ ഏതൊരു രണ്ട് വേരിയബിളിൻ്റെയും കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യുന്നതാണ് കോസൽ റിസർച്ച്. ബട്ട് ഇൻ ദി കേസ് ഓഫ് എക്സ്പോസ്റ്റ് ഫാക്ടർ റിസർച്ചിൻ്റെ കേസിൽ ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എക്സ്പോസ്റ്റ് ഫാക്ടർ റിസർച്ച് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, therefore it is the study of dependent and independent variable. ഓക്കെ, ദെൻ വേറൊരു ടൈപ്പ് റിസർച്ചാണ് കൺസെപ്ച്വൽ റിസർച്ച്. കൺസെപ്ച്വൽ റിസർച്ച് ഈസ് യൂസ്ഡ് ബൈ ഫിലോസഫേഴ്സ് ആൻഡ്
തിങ്കേഴ്സ്, ഫിലോസഫേഴ്സും തിങ്കേഴ്സും ആണ് ഏത് യൂസ് ചെയ്യുന്നത്, കൺസെപ്റ്റ് റിസർച്ച് യൂസ് ചെയ്യുന്നത്. കൺസെപ്റ്റ് റിസർച്ച് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഡെവലപ്പ് എ ന്യൂ കൺസെപ്റ്റ്, പുതിയൊരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാനും അതോടൊപ്പം തന്നെ ടു ഇൻ്റർപ്രറ്റ് എക്സിസ്റ്റിംഗ് വൺ, ഒരു എക്സിസ്റ്റിംഗ് കോൺസെപ്റ്റ് ഇൻ്റർപ്രറ്റ് ചെയ്യാനും പുതിയൊരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് ഫിലോസഫേഴ്സും തിങ്കേഴ്സും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് റിസർച്ചാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, കൺസെപ്ച്വൽ റിസർച്ച് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, these are the various types of research, that is fundamental research also known as basic or pure research, then applied research, formulative research that is also known as exploratory research, then descriptive research, then causal research and ex post facto research, conceptual research and empirical research.